ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അബ്ദുൽ സാറാണ്. ഓക്കെ, നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ മക്കൾ പല ആളുകളും ഡിമാൻഡ് ചെയ്തൊരു കാര്യമാണ്. സാറേ, ജിയോഗ്രഫിയിൽ മാപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഹിസ്റ്ററിയിലും പോസിബിലിറ്റി ഇല്ല എന്നുള്ളത്. ഒബ്വിയസ്ലി ഹിസ്റ്ററിയിലും നമുക്ക് എന്ത് വരും? മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ സാർ, എന്താ ഇന്ത്യയുടെ മാപ്പ് എന്നൊരു സംശയമായിരിക്കും മക്കൾക്ക് വന്നിട്ടുണ്ടാവുക. നമ്മൾ പ്രീവിയസ് ഇയർ ഒരു ട്രെൻഡ് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് നാഷണലിസം ഇൻ ഇന്ത്യ സെക്കൻഡ് ചാപ്റ്റർ എന്നാണ് നമുക്ക് മോസ്റ്റ്ലി എന്ത് വന്നിട്ടുള്ളത്? മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നമ്മുടെ എന്താ പറയുക ഹിസ്റ്ററിയിൽ വന്നിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സെക്കൻഡ് ചാപ്റ്ററാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഹിസ്റ്ററിയിലെ മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരാനുള്ള ഏറ്റവും പോസിബിലിറ്റി ഉള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് സെക്കൻഡ് ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ഞാനിവിടെ ഇന്ത്യയുടെ മാപ്പ് കൊടുക്കാൻ വേറൊരു റീസൺ കൂടിയുണ്ട്. അതായത് നമ്മൾ ഈ ഒരു എന്താ പറയുക കളർഫുൾ ആയിട്ടുള്ള മാപ്പ് എന്തുകൊണ്ടാണ് സാറെ തന്നിട്ടുള്ളത്? നമുക്ക് ഇങ്ങനത്തെ മാപ്പ് അല്ലല്ലോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഞാൻ കുറേ അധികം ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ലൈവ് എടുക്കുന്ന സമയത്ത് നിങ്ങളോട് ആവശ്യപ്പെട്ടൊരു കാര്യമാണ്. മക്കളെല്ലാവരും കുറേ അധികം മക്കൾക്ക് അറിയാമെന്ന് പറഞ്ഞിരുന്നു. ചില മക്കൾ പറഞ്ഞിരുന്നു സാറേ കറക്റ്റ് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞിരുന്നു. മക്കൾ ആദ്യം നോക്കേണ്ടത് നമ്മുടെ ഇന്ത്യയിൽ ഓരോ സ്റ്റേറ്റും എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് എന്നാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് കേരളം എന്ന് പറയുമ്പോൾ ഇവിടെയാണെന്ന് നമുക്കറിയാം, അല്ലെങ്കിൽ തമിഴ്നാട് എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗത്താണെന്ന് നമുക്കറിയാം. ഓക്കെ, അങ്ങനെ ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റും എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? നമുക്ക് ഏറ്റവും കൂടുതൽ അറിയുന്ന മറ്റൊരു പ്രദേശമാണ് ഗുജറാത്ത്, അല്ലേ? കാരണം ഗാന്ധിജി നടത്തിയുള്ള മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണെങ്കിലൊക്കെ നമ്മൾ ഗുജറാത്ത് നോട്ട് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ചില പ്രദേശങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്കറിയാം, ചില പ്രദേശങ്ങൾ നമുക്ക് അറിയില്ല. അപ്പോൾ ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റും എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ മാപ്പ് പഠിച്ചു കഴിഞ്ഞാൽ മാപ്പ് നിങ്ങൾക്ക് മാറ്റിവെക്കാം. ഓക്കെ, ഒരു 2 ഡേയ്സ് നിങ്ങൾ ഓൾറെഡി സ്പെൻഡ് ചെയ്തിരുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് പഠിച്ചു കഴിഞ്ഞു? മാപ്പിൽ ഓരോ സ്ഥലവും എവിടെയാണെന്നുള്ളത് പഠിച്ചു. ദെൻ നിങ്ങൾ ബാക്കി എല്ലാ ടോപ്പിക്സും പഠിക്കുന്നത് പോലെ തന്നെ എന്താണ്, ഗാന്ധി നടത്തിയിട്ടുള്ള ഫസ്റ്റ് മൂവ്മെൻറ്റ് ഇവിടെയാണ്, ബീഹാറിലാണ്, ചമ്പാരനിലാണ്, അല്ലെങ്കിൽ സെക്കൻഡ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഗുജറാത്തിലാണ്, അല്ലെങ്കിൽ തേർഡ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഗുജറാത്തിലാണ്. ഇങ്ങനെ കൃത്യമായിട്ടും പഠിച്ചു വെച്ചാൽ അത് മറ്റു ഭാഗങ്ങളൊക്കെ ഹിസ്റ്ററിയിൽ പഠിക്കുന്ന പോലെ തന്നെ പഠിച്ചു വെച്ചാൽ മതി. മാപ്പ് അവിടെ നിങ്ങൾക്ക് ആവശ്യമില്ല. പിന്നീട് മാപ്പിൽ ലൊക്കേറ്റ് ചെയ്യാൻ പറയുമ്പോൾ ഗുജറാത്ത് ഇവിടെയാണ് ഞങ്ങൾക്കറിയാം, അല്ലെങ്കിൽ ബീഹാർ ഇവിടെയാണ് ഞങ്ങൾക്കറിയാം, അല്ലെങ്കിൽ ഗാന്ധിയുടെ ഈ 1927 നടന്നിട്ടുള്ള ഗാന്ധിയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സെഷൻ ഇവിടെയാണ്, മദ്രാസിലാണ് ഞങ്ങൾക്കറിയാം, അല്ലെങ്കിൽ 1920 നടന്നിട്ടുള്ളത് നാഗ്പൂരിലാണ് ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് മക്കൾക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെങ്കിൽ മാപ്പിൽ എവിടെയൊക്കെയാണ് ഏതൊക്കെ സ്റ്റേറ്റുകൾ ലൊക്കേറ്റ് ചെയ്യുന്നത് പഠിച്ച് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അപ്പോൾ എല്ലാവരും അത് റെഡിയാക്കിയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മാപ്പിൽ ഏറ്റവും കൂടുതൽ വരുന്ന ചില ചോദ്യങ്ങൾ എവിടെ നിന്നാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഡിഫറെൻറ്റ് സെഷൻസ് ആണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ സിവിൽ ഡിസോബിഡിയൻ മൂവ്മെന്റ്, സാൾട്ട് സത്യാഗ്രഹ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമ്പിൾസ് വെച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ മാപ്പ് പഠിക്കാം. ഓക്കെ, അവിടെ നമുക്ക് ഫസ്റ്റ് വന്നിട്ടുള്ളത് ദ പ്ലേസ് വെയർ മഹാത്മാഗാന്ധി ബ്രോക്ക് ദ സാൾട്ട് ലോ എന്നുള്ളതാണ്. ഗാന്ധിജി എവിടെയാണ് സാൾട്ട് ലോ ബ്രേക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പ്ലേസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എല്ലാവർക്കും അറിയാം ദണ്ഡിയിലാണ് ആരംഭിച്ചിട്ടുള്ളത്, ഗുജറാത്തിലാണ് എന്ന് എല്ലാവർക്കും അറിയാം, അല്ലേ? അപ്പോൾ ഗുജറാത്താണ് ഇവിടെ എന്ന് മക്കൾക്ക് എല്ലാവർക്കും അറിയാം. അത് ആദ്യം പഠിച്ചു വെക്കാം. ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് അതാണ്. അത് കൃത്യമായിട്ടും ഫസ്റ്റ് എന്ത് ചെയ്യാം മക്കൾ പഠിച്ചു വെക്കുക. അപ്പോൾ ഗുജറാത്തിലാണ് അതവിടെ അടയാളപ്പെടുത്തുക, അല്ലേ? ദെൻ ദ പ്ലേസ് വേർ ദ സെഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാസ് ഹെൽഡ് ഇൻ 1927 എന്ന് ചോദിക്കുമ്പോൾ അത് മദ്രാസിലാണ്, തമിഴ്നാടിലാണ് എന്ന് മക്കൾ കൃത്യമായിട്ടും ഒരു സൈഡിൽ പഠിച്ചു വെക്കുക. അവിടെ നിങ്ങൾക്ക് മാപ്പിൻ്റെ ആവശ്യമില്ല. ദെൻ മാപ്പിൽ എവിടെയാണ് മദ്രാസ് എന്നുള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, അതിന് മുമ്പ് തന്നെ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും ഓരോ സ്ഥലങ്ങളും എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, അത് മദ്രാസ് ആണ് എന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ദണ്ഡി മദ്രാസ് അല്ലെങ്കിൽ ഗുജറാത്ത് മദ്രാസ് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റും. മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ പ്ലേസ് വേർ ദ ഗാന്ധി ബ്രോക്ക് സാൾട്ട് ലോ. ഞാൻ നേരത്തെ പറഞ്ഞു ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് ഈ ഒരു ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ദണ്ഡിയാണ്, ഗുജറാത്തിൽ ദണ്ഡിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ദ പ്ലേസ് വേർ ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സെഷൻ വാസ് ഹെൽഡ് ഇൻ 1920. 1920 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സെഷൻ ഏത് പ്ലേസിലായിരുന്നു, എവിടെയാണ് നടന്നിരുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കിവിടെ കാണാൻ പറ്റും നാഗ്പൂരിൽ വെച്ചിട്ടാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1920 എന്ത് നടക്കുന്നത്, സെഷൻ നടക്കുന്നത്. അപ്പോൾ നാഗ്പൂർ മക്കൾ എന്ത് ചെയ്യുക, അവിടെ കൃത്യമായിട്ടും അടയാളപ്പെടുത്തുക. നാഗ്പൂർ അവിടെ കൃത്യമായിട്ടും അടയാളപ്പെടുത്തുക. ഓക്കെ, ഇവിടെ നാഗ്പൂരും കൃത്യമായിട്ട് എന്ത് അടയാളപ്പെടുത്തുക, ദണ്ഡി അല്ലെങ്കിൽ ഗുജറാത്തും കൃത്യമായിട്ട് അടയാളപ്പെടുത്തുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ പ്ലേസ് മഹാത്മാഗാന്ധി സ്റ്റാർട്ടഡ് സത്യാഗ്രഹ ഓഫ് ഇൻഡിഗോ പെസൻസിന് വേണ്ടി സത്യാഗ്രഹ ഫോർ ഇൻഡിഗോ പെസൻസ്. അപ്പോൾ ചമ്പാരൻ, ഗാന്ധിയുടെ ഫസ്റ്റ് മൂവ്മെന്റ് ആണ് ചമ്പാരനാണ് ഇൻഡിഗോ പെസൻസിന് വേണ്ടി ഗാന്ധി കണ്ടക്ട് ചെയ്തിട്ടുള്ള മൂവ്മെന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ചമ്പാരൻ എവിടെയാണ്, ബീഹാറിലാണ് എന്ത് നടന്നിട്ടുള്ളത്, ചമ്പാരൻ മൂവ്മെന്റ് നടന്നിട്ടുള്ളത്. ബീഹാറിലാണ് എന്ത് നടന്നിട്ടുള്ളത്, ചമ്പാരൻ മൂവ്മെന്റ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് കൊടുക്കുക, ചമ്പാരൻ ബീഹാറിലാണെന്ന് നിങ്ങൾക്കറിയാം.
ദെൻ ദ പ്ലേസ് വേർ ദ സെഷൻ ഓഫ് ഇന്റർനാഷണൽ കോൺഗ്രസ് ഹെൽഡ് ഇൻ ഡിസംബർ 1920 എന്ന് ചോദിക്കും. നമുക്കിവിടെ കാണാൻ പറ്റും നാഗ്പൂർ സെഷനാണ് ഡിസംബർ 1920 എന്ത് ചെയ്തിട്ടുള്ളത് കോൺഗ്രസിൻ്റെതായിട്ട് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അവിടെ എന്ത് കൊടുക്കുക, നാഗ്പൂർ സെഷൻ, നാഗ്പൂർ അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ടും അടയാളപ്പെടുത്തുക. ഓക്കെ, ഓപ്ഷൻ ബി അവിടെ നിങ്ങൾ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുക. അപ്പോൾ ഒന്നും കൂടി ഞാൻ പറയാണ്, മാപ്പിൽ എവിടെയൊക്കെയാണ് ഇന്ത്യയിൽ ഓരോ സ്റ്റേറ്റും ലൊക്കേറ്റ് ചെയ്യുന്നത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും സെറ്റാണ്, റെഡി ആണെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനിയും നമുക്ക് ചില കോണ്ടന്റ്സ് ഒക്കെ ആവശ്യപ്പെട്ടിരുന്നു, ചില കോൺസെപ്റ്റ് ഒക്കെ ആവശ്യപ്പെട്ടിരുന്നു. അതിൻ്റെ ക്ലാസ്സസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക് യു ഓൾ, ബൈ.